ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് തേനിയിലത്തെ ചന്തയിലാണ് കേട്ടോ. അതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ തേനിയിലത്തെ വലിയ മാർക്കറ്റിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ തേനി തന്നെ കൃഷി ചെയ്യണ പല സാധനവും നമുക്ക് അവിടെ തന്നെ ഫ്രഷായിട്ട് കിട്ടും. അപ്പം അതിനനുസരിച്ച് തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഈ സാധാരണ അവരുണ്ടാക്കുന്നവർ തന്നെയായിരിക്കും കൂടുതലും വിൽക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അവരൊന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. ശരിയാണ് ചന്ത നടക്കുന്നത്. അപ്പോൾ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ ഇതിലൊക്കെ പോകുമ്പോൾ കച്ചവടക്കാർ മുഴുവൻ നമ്മൾ അങ്ങോട്ടൊക്കെ വിളിക്കും. അത്രയ്ക്കും ഭയങ്കര ഇതുണ്ട് കേട്ടോ. അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഉണക്കുന്നതിൻ്റെ കൊണ്ട് നമുക്ക് അതൊക്കെ തോന്നുന്നു. എന്താ വെച്ചാൽ അമാതിരി ചാർത്തിട്ടും അങ്ങനെയൊക്കെയാണ്. കാരണം അവർക്ക് അതൊന്നും വലിയ കാര്യമില്ല. അവിടെ ഉള്ളവർക്കൊക്കെ അതൊക്കെ ഒരു കണ്ടുണ്ടായ ശീലമായിരിക്കും. അപ്പോൾ അത്ര വൃത്തിയൊന്നുമില്ല. നായിട്ട് കുറിച്ചിട്ടുണ്ടോണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അതൊക്കെ പിന്നെ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളും തന്നെയാണ് കേട്ടോ. അതൊക്കെ അവരൊന്നും ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുപോകും. വ്യാഴാഴ്ച ദിവസമാണ് മാർക്കറ്റ് ഇത്രയ്ക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചന്തയിൽ നിന്ന് വന്നിട്ട് സാധനങ്ങൾ മേടിച്ച് ആൾക്കാർ മറ്റ് ഇങ്ങനെ ഒറ്റ വ്യാപാരക്കടകളിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ മേടിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഉണക്കമീനിൻ്റെ സ്ഥലമാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി ഉണക്കമീനാണ് കേട്ടോ. ഉപ്പ് കൂടിയതും പിന്നെ മീഡിയം അങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ പച്ചക്കറികളും ഒരുപാടുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് വിഷമില്ല, അവരുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. എന്നാലും നമുക്ക് അത്ര വിലക്കുറവാട്ടോ. അത്രയ്ക്കും വിലക്കുറവ്. നമ്മൾ പറയുമ്പോൾ തേനിയുടെ പച്ചക്കറി മേടിച്ച് നമ്മുടെ തൃശ്ശൂർക്ക് തലക്കോട്ടയ്ക്ക് വേണ്ടി അത്രയധികം വിലക്കുറവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതുപോലെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവ് 150 രൂപയ്ക്ക് അടിപൊളി നല്ല വെയിറ്റുള്ള നല്ല ചീഞ്ചട്ടിയൊക്കെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ലാഭമാണ് നമുക്ക്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.